ഹലോ അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ചിക്കനൊക്കെ കൂട്ടി എല്ലാവരും ഇപ്പോൾ തടിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്കുംബർ സാലഡ്. ഇത് ഉണ്ടാക്കാൻ വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കുക്കുംബറും പിന്നെ കുറച്ച് പാഴ്സി ലീവ്സും പിന്നെ മെയിനായിട്ട് കുറച്ച് യോഗട്ടും. ഇനിയിപ്പോൾ അതിന് ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് ലെമൺ ജ്യൂസും പെപ്പറും സോൾട്ടും ഉണ്ടെങ്കിൽ പരിപാടിയായി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു കുക്കുംബർ എടുത്തിട്ട് നല്ലോണം സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് ഞാനിവിടെ ഒന്നേ യൂസ് ചെയ്യുന്നുള്ളൂ. ശേഷം ഞാൻ കുറച്ച് പാഴ്സ്ലി ലീവ്സും കൂടി എടുത്തു. പാഴ്സ്ലി ലീഫ് എന്ന് വെച്ചാൽ കാണാൻ നമ്മളെ മല്ലിച്ചപ്പ് പോലൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ നെയിം എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഗൂഗിളൊക്കെ തപ്പിയെടുത്തതാണ്. അത് നല്ലോണം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം, അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ഡയറ്റിന് ഏറ്റവും ബെസ്റ്റ്. ശരിക്കും ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് മുഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുക്കുംബർ ആഡ് ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മളെ ചിയാ സീഡ്, അത് ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ പുതിർത്തി വെച്ച ചിയാ സീഡാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ലീഫ് ശരിക്കും ഇവിടുത്തെ അറബികളൊക്കെ കഴിക്കുന്നതാണ് കേട്ടത്. ഞാനിത് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നതന്നെ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂണോളം പെപ്പറും സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതുകൂടി കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റാണ്. ശേഷം 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ സാലഡ് ഇവിടെ റെഡിയാവും. ഇനിയിപ്പോൾ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒന്നുകിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ പിന്നെ മാസലാമ, ബൈ ബൈ ഫ്രം കയാസ് റെസിപ്പി.